മക്കളെ, നിങ്ങൾക്കെല്ലാവർക്കും കഥ ഇഷ്ടമല്ലേ? എന്ന് നമുക്ക് ഒരു കഥ നോക്കാം. രൂരു എന്നാണ് നിങ്ങളുടെ കഥയുടെ പേര്. രൂരു. കഥ ഫുള്ളായിട്ട് മലയാളത്തിൽ പറയുന്ന വീഡിയോ ആണിത് കേട്ടോ. ഫുള്ളായിട്ട് കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ ഈ പിക്ചറിൽ നിങ്ങൾ കുറേ മൃഗങ്ങളെ കാണുന്നുണ്ട് അല്ലേ? ആരൊക്കെയാണുള്ളത് ഇവിടെ? കുരങ്ങനുണ്ട്, പാമ്പ്, ആന, കരടി, മുയൽ, കങ്കാരു, കുറുക്കൻ അല്ലേ? അങ്ങനെ നമ്മളിവിടെ ചിത്രത്തിൽ കുറേ കാര്യങ്ങൾ, കുറേ മൃഗങ്ങളെ കാണുന്നുണ്ട്. പിന്നെന്താണ്? മരങ്ങൾ കാണുന്നുണ്ട്, പർവ്വതം കാണുന്നുണ്ട്, കുറേ മരങ്ങളും കാണുന്നുണ്ട് അല്ലേ? അപ്പം എന്താണ് ഈ കഥ? ഇവിടെ നിങ്ങൾ ഈ കങ്കാരുവിൻ്റെ സഞ്ചിൻ്റെ ഉള്ളിൽ നിന്ന് ഒരാൾ ഇങ്ങനെ ഏന്തി നോക്കണം, കണ്ടോ? ഇയാളെ പേരാണ് രൂരു. ആരാണിത്? ഇതാണ് രൂരു. രൂരു കങ്കാരു അമ്മയുടെ സഞ്ചിൻ്റെ ഉള്ളിലാണ് കേട്ടോ. പുറത്തേക്ക് വരാൻ പ്രായമായിട്ടില്ല. അപ്പോൾ സഞ്ചിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ സഞ്ചിൻ്റെ ഉള്ളിൽ കിടക്കുന്ന രൂരുവിന് എപ്പോഴും ഒറ്റപ്പെടൽ അനുഭവപ്പെട്ടിട്ട് രൂരു എപ്പോഴും ഇങ്ങനെ കരഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പം അമ്മ കങ്കാരു ചോദിക്കും, നീ എന്തിനാണ് ഇങ്ങനെ എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിക്കും. നിനക്ക് ഒറ്റപ്പെടൽ അനുഭവപ്പെടുന്നുണ്ടോ എന്ന് ചോദിക്കും രൂരുവിനോട്. അങ്ങനെ എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുന്ന കുട്ടിയായത് കൊണ്ട് തന്നെ അമ്മ രൂരുവിനെ രൂരു എന്ന പേര് നൽകിയത്. എപ്പോഴും കരയുന്നത് കൊണ്ടാണ് എന്ത് പേര് കൊടുത്തത്? രൂരു എന്ന പേര് കൊടുത്തത്. രൂരു എന്നാണ് വിളിക്കുക കേട്ടോ. അങ്ങനെയാണ് നമ്മുടെ ഈ കങ്കാരു കുഞ്ഞുവിന് രൂരു എന്ന പേര് കിട്ടിയത്. അങ്ങനെ മാസങ്ങൾ കഴിഞ്ഞു. കങ്കാരു കുഞ്ഞുവിന് പുറത്തേക്ക് വരാനുള്ള സമയമായി. കങ്കാരു കുഞ്ഞ് അമ്മേൻ്റെ സഞ്ചീൻ്റെ അകത്ത് കിടന്നിട്ട് പറഞ്ഞു, ഞാൻ ഒറ്റയ്ക്കാണ്, എനിക്ക് ഒറ്റപ്പെടാൻ അനുഭവപ്പെടുന്നുണ്ട്, എനിക്ക് ഫ്രണ്ട്സ് ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പം കങ്കാരു പറയും, നിനക്ക് സമയമായി, പുറത്തേക്ക് വരാൻ സമയമായി, പുറത്ത് വന്നിട്ട് നീ ഫ്രണ്ട്സിനെ ഉണ്ടാക്കിക്കോളൂ, നിനക്കതിനുള്ള സമയമായിരിക്കുന്നു എന്ന് അമ്മ കങ്കാരു രൂരുവിനോട് പറയും. അപ്പോൾ രൂരു വളരെ പ്രയാസപ്പെട്ട് പതുക്കെ ആദ്യം തലയൊന്ന് പുറത്തേക്ക് ഇട്ട് നോക്കും. തല പുറത്തേക്ക് ഇട്ട് നോക്കുന്ന സമയത്ത് എന്തൊക്കെയാണ് കാണുന്നത്? വളരെ മനോഹരമായ കാഴ്ചകളാണ് കാണുന്നത് അല്ലേ? വളരെ മനോഹരമായ കാഴ്ചകൾ. നമ്മൾ ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റിയിൽ ചെയ്തിട്ടുണ്ട് അല്ലേ? എന്തൊക്കെ മനോഹരമായ കാഴ്ചകളാണ് കണ്ടത് എന്നുള്ളത്. വളരെ മനോഹരമായ കാഴ്ചകൾ കാണുന്നു. എന്തായിരുന്നു ആ കാഴ്ചകൾ? ആ പർവ്വതങ്ങളും കുന്നുകളും പൂക്കളും അതുപോലെ തന്നെ പുഴകളും പക്ഷികളും മൃഗങ്ങളും ഒക്കെയുള്ള ഒരു ലോകമാണ് ആര് കണ്ടത്? രൂരു കണ്ടത് അല്ലേ? അപ്പോൾ രൂരു വിചാരിക്കും, ഇവിടെ ഇത്രയും സുന്ദരമായിരുന്നോ എന്ന് വിചാരിക്കും രൂരു. വളരെ സുന്ദരമായ സ്ഥലം, സുഗന്ധമുണ്ട്, ശബ്ദമുണ്ട്, കണ്ട പുഴകളുണ്ട്, മരങ്ങളുണ്ട്, വീടുകൾ, പക്ഷികൾ പാടുന്നു, പിന്നെ എന്താണ്, സൂര്യൻ അസ്തമിക്കുന്നു, പിന്നെ പൂക്കളിൽ തേൻ നുകരാൻ വേണ്ടി പൂമ്പാറ്റകൾ വന്നിരിക്കുന്നു. അങ്ങനെയുള്ള വളരെ മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങൾ ഇങ്ങനെ കണ്ട കങ്കാരു കുഞ്ഞ് ഈ ലോകം എത്ര സുന്ദരമായിരുന്നു എന്ന് അത്ഭുതപ്പെട്ടു പോവുകയാണ്. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി വന്ന രൂരു കാണുന്നത് എന്താണ്? ഒരു പക്ഷി ഇങ്ങനെ താഴ്ന്ന മരച്ചില്ലയിലിരുന്ന് ഇങ്ങനെ പാട്ട് പാടുന്നതാണ് കാണുന്നത്. പക്ഷി എന്ത് ചെയ്യുന്നുണ്ട്? താഴ്ന്ന മരച്ചില്ലയിലിരുന്നിട്ട് പാട്ട് പാടുകയാണ്. ആടാ, ഈ പക്ഷിയാണ് പാട്ട് പാടിയത്. താഴ്ന്ന മരച്ചില്ലയിലിരുന്ന് ഇങ്ങനെ പാട്ട് പാടുന്ന പക്ഷിയെ കണ്ടപ്പോൾ രൂരുവിന് വളരെ സന്തോഷമായി. രൂരു വിചാരിക്കും, എന്നെയും കൂടെ പാട്ട് പഠിപ്പിക്കാമോ എന്ന് ആ പക്ഷിയോട് ചോദിക്കാൻ വേണ്ടി ആഗ്രഹിച്ചപ്പോഴത്തേക്ക് ആ പക്ഷി ഒരു മരച്ചില്ലയിൽ നിന്നും മറ്റൊരു മരച്ചില്ലയിലേക്ക് പറന്നുപോയി. അപ്പോൾ രൂരു പറയും, പോവല്ലേ പോവല്ലേ, ഞാനും എന്താണ് പറയുക, പോവല്ലേ പോവല്ലേ, നിൽക്കൂ നിൽക്കൂ എന്ന് പറഞ്ഞിട്ട് രൂരുവും പിന്നാലെ പോവും. അപ്പോൾ പക്ഷി പറയും, ഞാൻ പാട്ട് പാടിയതല്ല, ഞാൻ എൻ്റെ കൂട്ടുകാരനെ വിളിച്ചതാണ്, ഞാൻ വളരെയധികം ആപത്തിലാണ്, ഞാൻ ആപത്തിൽപ്പെട്ടിരിക്കുകയാണ് എന്ന് പറയും. അപ്പോൾ രൂരു ചോദിക്കും, എന്താണ് ആപത്ത് എന്ന് ചോദിക്കും. അപ്പോൾ പറയും, കഴിഞ്ഞ ദിവസമുണ്ടായ കൊടുങ്കാറ്റിൽ
എൻ്റെ കൂട് തകർന്നു, എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ എവിടെയെങ്കിലും വീണു പോകൂലേ, അപ്പോൾ ആ കൂട് ശരിയാക്കണം, അതിന് വേണ്ടിയിട്ട് ഞാൻ കൂട്ടുകാരനെ വിളിക്കുകയാണ്, അല്ലാതെ ഞാൻ പാട്ട് പാടിയതല്ല എന്ന് പറയും. അപ്പോൾ രൂരുവും കൂടെ പോയി നോക്കും. രൂരു കൂടെ പോയി നോക്കുന്ന സമയത്ത് പക്ഷിക്കുഞ്ഞുങ്ങളൊക്കെ താഴെ അവശരായി കിടക്കുന്നതാണ് കണ്ടത്. അത് കണ്ട പക്ഷി ഉറക്കെ കരയാൻ തുടങ്ങി. ഉറക്കെ കരയാൻ തുടങ്ങിയപ്പോൾ പക്ഷിയുടെ കൂട്ടുകാരനെത്തി. അങ്ങനെ അവരിനി എന്തു ചെയ്യും, പക്ഷിക്കുഞ്ഞുങ്ങളെ സുരക്ഷിതമായിട്ട് എവിടെ താമസിപ്പിക്കും എന്ന് ചിന്തിച്ചിരിക്കുന്ന സമയത്ത് രൂരു പറയും, എനിക്ക് പക്ഷിക്കുഞ്ഞുങ്ങളെ സുരക്ഷിതമായി താമസിക്കാൻ പറ്റിയ ഒരു സ്ഥലം അറിയാം എന്ന് പറയും. അങ്ങനെ അവരെല്ലാവരും കൂടെ വന്ന് നോക്കുമ്പോൾ എവിടെയാണ് പറഞ്ഞ സ്ഥലം? സ്ഥലം കങ്കാരു അമ്മയുടെ സഞ്ചിയാണ് പറഞ്ഞത് അല്ലേ. അങ്ങനെ ഈ പക്ഷിക്കുഞ്ഞുങ്ങളെ രൂരുവിൻ്റെ സഹായത്തോടു കൂടിയിട്ട് കങ്കാരു അമ്മയുടെ സഞ്ചിയിൽ ആക്കുന്നു. അന്ന് രാത്രി രൂരു ഉറങ്ങാൻ വേണ്ടി കിടക്കുന്നത് വളരെ ശ്രദ്ധയോടും സാവധാനത്തോടും കൂടിയിട്ട് പതുക്കെ ഈ പക്ഷിക്കുഞ്ഞുങ്ങളുടെ അരികിൽ വന്ന് കിടക്കും. അപ്പോൾ രൂരു തനിച്ചായിരുന്നില്ല, രൂരുവിനെ കൂടെ കിടക്കാൻ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. രൂരുവിന് സന്തോഷമായി. അപ്പോൾ വളരെ മൃദുവായതും താമസിക്കാൻ സുരക്ഷിതമായിട്ടുള്ള ഒരു സ്ഥലം ആര് കാണിച്ചു കൊടുക്കുകയാണ്? രൂരു കാണിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ തൻ്റെ കുഞ്ഞുങ്ങളെ സുരക്ഷിതമാക്കിയ രൂരുവിനെ പക്ഷി എന്തു ചെയ്തു? പക്ഷി പാട്ട് പഠിപ്പിച്ചു കൊടുത്തു. അത്രയാണ് നമ്മുടെ ഈ കഹാനി വരുന്നത്. രൂരു സഞ്ചിയിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ പക്ഷീനെ കാണുന്നു. പക്ഷി എന്താ ചെയ്യുന്നത്? പറന്നു പോവാണല്ലേ, വേഗം പറന്നു പോവാണ്. പക്ഷിക്കുഞ്ഞുങ്ങൾ കൂട് തകർന്നുകൊണ്ട് പക്ഷിക്കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാലോ എന്ന് കരുതിയിട്ട് പറന്നു പോവുകയാണ്. അപ്പോൾ കൂടെ ആരും പോകുന്നു? രൂരുവും പോകുന്നതാണ് ഈ ചിത്രം. ഓക്കെ, വളരെ മനോഹരമായ ഒരു കഥയാണിത്. എല്ലാവരും ക്ലാസ് ഫുള്ളായിട്ട് കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിക്കുക. ഹിന്ദി നന്നായിട്ട് വായിച്ച് പഠിക്കുക. ചിഹ്നവും അതുപോലെ തന്നെ അർത്ഥവും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വായിക്കുക. ഓക്കെ.